കുറ്റ്യാടിയിലെ സ്നേഹത്തള്ളും തല്ലും കഴുത്തിന് കുത്തിപ്പിടിക്കലും കഴിഞ്ഞുകൊണ്ട് അതാ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പുതുയുഗ യാത്ര, സ്നേഹത്തിൻ്റെ കട കേരളത്തിൽ മലർക്കെ തുറന്നുകിട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ യാത്ര പറവൂരിലെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. എനിക്ക് എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ, അതെ, പൊട്ടിക്കരയുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. എൻ്റെ എല്ലാമായ നാട്ടുകാരെ, നിങ്ങളോട് ഞാൻ ബാക്കി. യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. അതെ, അദ്ദേഹം ആ വിങ്ങി പൊട്ടി വിതുമ്പി കരയാതിരിക്കാൻ പാടുപെടുന്ന വി.ഡി. സതീശൻജിയെ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വേദന നമ്മൾ മനസ്സിലാക്കണം. എവിടെയായിരുന്നു നേതാവേ? ഇത്ര നാൾ നിങ്ങൾ എവിടെയായിരുന്നു? കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും, അതെ, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഇന്ധനവും ഊർജവും എന്തോ ഒന്നുകൂടെ ഒന്ന് പറയാമോ? കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും. ഇപ്പൊ എല്ലാം വ്യക്തമായി, പകൽ പോലെ വ്യക്തമായി. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. അതെ, അദ്ദേഹം ഇപ്പോൾ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുണ്ടാകുന്ന ചില പ്രത്യേകതരം വിഭ്രാന്തിയിലേക്കൊക്കെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അത്തരത്തിലാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ശ്രീമാൻ കെ.സി. വേണുഗോപാൽ പറഞ്ഞത്, തോൽക്കുന്ന ഒരൊറ്റ കുഞ്ഞിന് വേറെ പദവിയൊന്നും ഉണ്ടാകില്ല. ഈ പദവി ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം നെഞ്ചിൽ അമിട്ടാണ് പൊട്ടിയത്. ഒന്നില്ലെങ്കിലും നൂലിൽ കെട്ടിയിറങ്ങിയ കെ.സി. അല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? ഇതിനിടയിലാണ് യാതൊരു കാര്യവുമില്ലാതെ ഇത്ര വലിയ സ്നേഹത്തിൻ്റെ കട തുറന്നുകൊണ്ടുള്ള നമ്മുടെ സതീശൻജിയെ കുറിച്ച് വലിയ ആരോപണവുമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി എത്തുന്നത്. സ്ഥലകാല ബോധമില്ലേ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരവസ്ഥ. പക്ഷേ അവിടെയും കാര്യമുണ്ട്. ഞാൻ താമസിക്കുന്ന വീടിന് നേരെ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടം ഇടിഞ്ഞ് വീണപ്പോൾ എൻ്റെ വീടിന്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു. അതെ, റീത്ത് വെക്കുക, ശവപ്പെട്ടി വെക്കുക ഇത്യാദി കാര്യങ്ങളൊന്നും ഈ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യരുത്. ഇതെല്ലാം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ അത് CPM-ന്റെ സഖാക്കൾ മാത്രമാണ്. കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻജി എന്തുകൊണ്ട് ഇത് മറന്നുപോയി എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ തന്നെ സതീശൻജി മറുപടിയും കൊടുത്തു. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി, മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. അതെ, ഇതാണ് നേതാവേ മറുപടി. റീത്ത് വയ്ക്കലല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി. അദ്ദേഹം കാണുന്ന കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയുന്ന, വിമർശിക്കുന്ന നേതാവാണ്. അങ്ങനെ വിമർശിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ വിമർശനത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ ചെയ്തതിന് നമുക്ക് സതീശൻജി എന്തെങ്കിലും പറയാൻ പറ്റൂ? അപ്പോഴാണ് ഇപ്പുറത്ത് നിന്ന് ഇപ്പോഴത്തെ ടീച്ചറമ്മ പൊട്ടിക്കരയുന്നത്. അതിലെന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? അതിലെന്താണ്? വിതുമ്പിക്കൊണ്ട് ആത്മരോഷത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെയാണ് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നു പോയിക്കൊണ്ട് ആരോഗ്യമന്ത്രി ചോദിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? അതെ, ഞങ്ങൾക്കും അതാണ് മനസ്സിലാകാത്തത്. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? സതീശൻജിയോട് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്, ജനങ്ങൾ ചെയ്ത തെറ്റ്? സതീശൻജി പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം മനഃപൂർവ്വമായിട്ട് ഇത്തരത്തിലൊരു പ്രകടനം നടത്താൻ പറഞ്ഞിട്ടില്ല. ആ പ്രകടനം നടത്തിയത് തൻ്റെ ഒരു ഈഗോയിൽ കയറി ഇടിച്ചിട്ടുമില്ല എന്ന് ടീച്ചറമ്മയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും എണ്ണി നിരത്തുമ്പോഴാണ് ടീച്ചറമ്മയ്ക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരോട് വളരെ കരുതലോടെ പ്രവർത്തിക്കാനായിട്ട് CPM ജീവൻ രക്ഷാ പ്രവർത്തകരെ ഇറക്കുന്നുവെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കട തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശൻജിക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നു. ആ ജാഥയിലേക്ക് അതാ ഏതു നിമിഷവും ജീവൻ രക്ഷാ പ്രവർത്തകർ കടന്നു കയറാം. പിന്നെ അവിടെ സ്നേഹത്തള്ളാണോ, കഴുത്തിന് കുത്തിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കലാണോ,
അതോ ചെടിച്ചട്ടി എടുത്ത് അടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കലാണോ എന്നൊന്നും അറിയില്ല. അത് ജീവൻ രക്ഷാ പ്രവർത്തകരുടെ മനോധർമ്മം അനുസരിച്ചിരിക്കും. അതുകൊണ്ട് സീറ്റ് ഉറപ്പിക്കാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോകുന്ന ഈ പാതയിൽ അരുത്. ജീവൻ രക്ഷാ പ്രവർത്തകരെ നിങ്ങൾ ചെല്ലരുത്. അത് നിങ്ങൾ രണ്ടു കൂട്ടർക്കും മാനക്കേടുണ്ടാക്കും, ഞങ്ങൾക്ക് തലവേദനയും ഉണ്ടാക്കും. സത്യത്തിൽ ഇതെല്ലാം കണ്ട് മടുത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇതിനിടയിലാണ് വി ഡി സതീശൻ ജി സ്നേഹത്തല്ല് കഴിഞ്ഞ് മുന്നോട്ടുള്ള പോക്കിൽ വെടിക്കെട്ട് കേട്ട് ഞെട്ടിത്തെറിച്ചത്. ആ ഞെട്ടിത്തെറിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജാഥയിലേക്ക് ഈയൊരു ജീവൻ രക്ഷാ പ്രവർത്തകരുടെ രംഗപ്രവേശം ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടുന്നത്. സത്യത്തിൽ ചെകുത്താനും കടലിനും നടുക്കാണ് വി ഡി സതീശൻ എന്ന് പറയാം. കാരണം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് മുഖ്യമന്ത്രി കസേര. അതിപ്പോൾ കെ സി വേണുഗോപാൽജി അവിടെ നിന്ന് നൂലിൽ കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് കൈവിട്ടു പോകുമോ എന്നുള്ള ഒരു ആശങ്ക. രാത്രിയിലാണെങ്കിൽ കിടന്നാൽ ഉറക്കമില്ല. ഉറക്കം പലതവണ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഏതു മനുഷ്യനും വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് എത്തും. ആ ഒരു മനുഷ്യൻ്റെ വിഭ്രാന്തിയിൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു വെടിക്കെട്ടുണ്ടാകുന്നത്. നിർത്ത വെടിക്കെട്ട് എന്നാണ്. ഒരു നിമിഷം കേരളം പകച്ചുപോയി അത് കണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ അതോ വി ഡി സതീശനോ? അതെ, ജനം ഞെട്ടിത്തെറിച്ചു പോയ നിമിഷങ്ങളായിരുന്നു. ഇതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വി ഡി സതീശനെ കാത്തിരിക്കുന്നത് ആ കസേരയാണ്. കസേര അവിടെ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതിൽ വളരെ ആശങ്കാകുലനായിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ കരുത്ത് നൽകേണ്ടത് സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകരുടെ കരുത്ത് നൽകലിൽ ആവേശം കൊണ്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴാണ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ചീള് കേസുകളുമായിട്ട് ആരോഗ്യമന്ത്രി വരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടിയിട്ടില്ല, എന്നിട്ടും ചാടിക്കേറി വന്ന് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്തും ശവപ്പെട്ടിയൊക്കെ വെച്ചു എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നാടകമേ ഉലകം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദിനം പ്രതി ഇത്തരത്തിലുള്ള ഞെട്ടലും പൊട്ടലും ചീറ്റലും ഒക്കെ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ആർക്കൊപ്പം നിൽക്കണമെന്നുള്ള ആശങ്കയാണ്.